അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റിന് ഒരു കുക്കിംഗ് വീഡിയോയിലാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അപ്പോൾ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ റേഷൻ അരി കൊണ്ട് കബ്സ എന്നാണ് നമ്മളെ ടൈറ്റിൽ തന്നെയല്ലേ. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉള്ളി വയറ്റാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വലിയ ഉള്ളി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വോയിസ് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല, അതായത് ഒരു കുക്കിംഗ് വീഡിയോയിൽ എങ്ങനെ വോയിസ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിക്കാണ് ഞാൻ പറയുന്നത്, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഉള്ളി വഴന്ന് വരുന്ന ആ ഒരു ടൈമിൽ അതിൽ പട്ട, പുക, കറാമ്പട്ട, ഇതൊക്കെ പുക, ഇലക്കായ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകും തക്കാളിയും കൂടി അരച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തതായിരുന്നു, അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നല്ല എണ്ണ തെളിഞ്ഞ് വരുവോളം നല്ല ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്കുള്ള പൊടികൾ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ ഫസ്റ്റായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വല്ലാണ്ട് പൊടികളും കാര്യങ്ങളും നമ്മളിതിൽ കബ്സ മസാല ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 3/4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മളെല്ലാം കൂടി പൊടിച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ അച്ചൽക്കായിട്ട് പൊടിക്കാതെ അതും ഇട്ട് കൊടുക്കട്ടോ. പിന്നെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കണേ, നമ്മൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എല്ലാത്തിനുള്ള ഉപ്പ് ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ ഒരു മാഗി ക്യൂബ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കബ്സ മസാല നോക്കിയപ്പോൾ അതിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ മസാല ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഒരു 1.5 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ഞാൻ കറിവേപ്പിൻ്റെ ഇല, അത് നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അത് ഒരു നുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇറച്ചി വെന്ത് മുഴുവനായിട്ട് വേവണ്ട കേട്ടോ. ഒരു 1/2 വേവാകുമ്പോൾ തന്നെ അതിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ഇട്ട് കൊടുക്കട്ടോ. ഈ ഒരു അരി അത്യാവശ്യം പിന്നെന്താ പറയുക, വേവ് കുറവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഒരു 10-20 മിനിറ്റ് നേരെ വേവിച്ചാൽ മതി. അത്യാവശ്യം വേവുള്ള അരിയല്ല, ചില റേഷൻ കടയിലത്തെ അരി തന്നെ നല്ല വേവുള്ള അരി ഉണ്ടാവും. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, വേവ് കുറവുള്ള അരി ആയതുകൊണ്ട് അതിലേക്ക് ആ അരി എടുത്ത് അതേ പാകത്തിന് വെള്ളം ഒഴിച്ചു, അതായത് 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. മറ്റേത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരിൻ്റെ വേവിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കൽ കേട്ടോ. പിന്നെ ഇത് നല്ല പശയുള്ള അരിയാവും, ഈ റേഷൻ കടയിലുള്ള അരി. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നല്ല അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അതാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഈ ഒരു ടൈമിലാണ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടാവും എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അതൊന്ന് തുറന്ന് നോക്കിയിട്ട് പിന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ കബ്സ ആകുമ്പോൾ നമ്മൾ വറ്റിച്ച് വെക്കുന്നതല്ലേ, അപ്പോൾ അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഒന്നാമത് ഇത് റേഷൻ കടയിലത്തെ അരി ആയതുകൊണ്ട് കേട്ടോ. പക്ഷേ റേഷൻ കടയിലത്തെ അരി ആയതുകൊണ്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ അരിയും പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നൊരു ടൈമാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ പിന്നെ നമ്മളെ എണ്ണക്കൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മേലെ ഇട്ടിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് വെച്ച് കൊടുക്കട്ടോ. പിന്നെ കണലധികം വേണ്ട കേട്ടോ, അത് അടിയിൽ നിന്ന് കുറച്ച് കോരി ഒഴിവാക്കിയാൽ മതി. ആ ദമ്മിൽ അങ്ങനെ കിടന്നോളൂ കേട്ടോ.
പിന്നെ നമ്മൾ മുകളിലേക്ക് കയറി പിന്നെ അവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ അതുപോലെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് പാടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വീട്ടിൽ പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, വീട്ടിൽ മുകളിൽ പണി കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ വൃത്തിയാക്കിയതിനിടയിൽ നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ചാരുപടീൻ്റെ താഴത്തായിട്ട് കടന്നൽ കൂടുണ്ട് കേട്ടോ. നമ്മൾ ആർക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ സാധനം പെട്ടെന്ന് ഇങ്ങനെ ഈ അടിച്ചു വാരി നന്നാക്കുന്ന ഇടയിലാണ് സാധനം കണ്ടത്. ഇങ്ങനെ പാറി നടക്കണുണ്ട്, അപ്പോഴാണ് ശ്രദ്ധിച്ചത്. പിന്നെ വേട്ടളം കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജനലും വാതിലൊക്കെ നല്ലോണം വെള്ളം അടിച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നല്ലോണം പൊടി ഉണ്ടായിരുന്നു, നമ്മൾ ഈ ടൈലിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ പാറിയിട്ട് നല്ലോണം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ചുമരും കാര്യങ്ങളൊക്കെ വെള്ളമടിച്ച് കഴുകി വൃത്തിയാക്കിയതായിരുന്നു. പിന്നെ അങ്ങനെ കഴുകിയപ്പോൾ ആവശ്യത്തിന് നല്ല പൊടി ഉണ്ടായതുകൊണ്ട് പിന്നെ ചുമരും കാര്യങ്ങളൊക്കെ വെള്ളമടിച്ച് അതുകൊണ്ടാണ് കഴുകിയത്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കിടന്നു കേട്ടോ. എല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നു, ബാത്റൂമും കാര്യങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ വെള്ളം അടിച്ച് കഴുകിയപ്പോൾ ഒരു ഇതുണ്ടായത്, വെള്ളം നല്ലോണം റൂമിൽ നിൽക്കുന്നുണ്ട്. അത് ഒഴിവാക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. നമ്മൾ വൈപ്പർ കൊണ്ടും പിന്നെ മഫോണ്ടൊക്കെ കുറേ ഇതാക്കിയിട്ടാണ്. എന്താ വെച്ചാൽ വെള്ളം പോകുന്നില്ല. പിന്നെ താഴത്തേക്ക് വെള്ളം അതും ഇടാൻ വയ്യല്ലോ, പിന്നെ അവിടെ നന്നായിട്ട് വെള്ളമാവില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് നല്ലോണം മൊഫറ്റ് തോത്തിയെടുക്കുന്നുണ്ട്. കുറേ കോരി ബക്കറ്റിലേക്ക് എടുത്തിട്ട് അങ്ങനെ നോക്കുന്നുണ്ട്. കുറേ വൈപ്പറായിട്ട് നീക്കിയിട്ട് പുറത്തേക്ക് വരുന്ന അവിടേക്ക് ഇങ്ങനെ കളഞ്ഞു കൊടുക്കുന്നുണ്ട്. പലതും നോക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിവാക്കാൻ. വെള്ളം പിന്നെ നമ്മൾ ഒരു റൂമത്തെ ഒഴിവാക്കിയതിന് ശേഷം പിന്നത്തെ റൂം നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ, വെള്ളം ഒഴിവാക്കിയിട്ട്. അതിൻ്റെ ഇതിലങ്ങനെ അത് നടക്കുന്നുണ്ട്. അപ്പോൾ പണികളൊക്കെ അങ്ങനെ മേലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പിൻ്റെ ഒളി വന്നപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ കപ്സൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അപ്പോൾ ഏതായാലും അതൊക്കെ കഴിച്ചു നോക്കാൻ വിചാരിച്ച്. പിന്നെ ഏതായാലും നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ കപ്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെള്ളം ഒഴിക്കുന്നൊരു ടൈമിൽ മാത്രമാണ്. അപ്പോൾ ആ ഒരു കൃത്യത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സാധനം നല്ല അടിപൊളിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഏതായാലും കപ്സയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഫുഡ് അങ്ങനെ കഴിച്ച്. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ നൈറ്റിനായിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഉമ്മയും മോളും കൂടി പിന്നെ മജ്‌ലിസുന്നൂറിന് പോയിരുന്നു കേട്ടോ, മദ്രസയിൽ പരിപാടി ഉണ്ടായിട്ട്. അപ്പോൾ അവർ കൊടുത്തിട്ടുള്ള ഫുഡാണ് കേട്ടത്. അപ്പോൾ ഇന്ന് അവിടെ പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുന്ന്, അപ്പോൾ നൈറ്റിന് അതാണ് പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായത്. കപ്സ് അവിടെ അങ്ങനെ ബാക്കിയായിട്ടോ. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.